എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം സസ്പെൻഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട റിയർ ലീവ് സ്പ്രിംഗ് അസംബ്ലി എങ്ങനെയാണ് ഒരു വാഹനത്തിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നമുക്കറിയാം, ഒരു വാഹനത്തിൽ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സിസ്റ്റമാണ്. ഒരു വാഹനത്തിൽ സസ്പെൻഷൻ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമുക്കറിയാം, വാഹനം പല അവസ്ഥകളിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ വളരെ സ്മൂത്തായ റോഡിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വളരെ മോശമായ റോഡിലൂടെ ആയിരിക്കാം. ആയതിനാൽ തന്നെ റോഡിന്റെ അവസ്ഥക്കനുസരിച്ചുള്ള ഷോക്ക് എങ്ങോട്ട് വരുന്നു? വാഹനത്തിലെ കോമ്പണൻസിലും അതുപോലെ തന്നെ വാഹനത്തിലുള്ള പാസഞ്ചേഴ്സിനും അതുപോലെ വാഹനത്തിലുള്ള ഗൂഡ്സിലേക്കും എത്താൻ സാധ്യതയുണ്ട്. നമ്മളൊരു സസ്പെൻഷൻ സിസ്റ്റം വാഹനത്തിൽ ഉപയോഗിക്കുന്നത് റോഡ് വഴി, ടയറുകൾ വഴി വാഹനത്തിലേക്ക് വരുന്ന ഷോക്കുകൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് സസ്പെൻഷൻ സിസ്റ്റം വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആക്സിലിന്റെയും ചേസിസിന്റെയും ഇടയിലായി നമ്മൾ സസ്പെൻഷൻ സിസ്റ്റത്തിനെ വെക്കുന്നു. അതിലൂടെ ടയറുകൾ വഴി വീലുകളിലൂടെ ആക്സിലിലേക്ക് എത്തുന്ന ഷോക്ക് യാതൊരു കാരണവശാലും ചേസിസിലേക്ക് എത്തുന്നില്ല. നമുക്കറിയാം, ചേസിസ് എന്ന് പറയുന്ന ഭാഗം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു വാഹനത്തിൽ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട എല്ലാ കോമ്പണൻസും, ഒരു വാഹനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കോമ്പണൻസും ഉൾക്കൊള്ളുന്നത് ചേസിസ് ആണ്, എഞ്ചിനടക്കം. അതിനാൽ തന്നെ ചേസിസ് ഒരു പരിധിയിലപ്പുറം വൈബ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഷോക്ക് വഴി ജർക്കിംഗ് ഉണ്ടായാൽ, ഈ ചേസിസിന് മുകളിൽ വരുന്ന എല്ലാ കോമ്പണൻസിനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും, ഇത് വാഹനത്തിന്റെ ബോഡി ആയിക്കോട്ടെ, വാഹനത്തിലുള്ള പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഗൂഡ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും ആ ഒരു ഡിസ്റ്റർബൻസ് അനുഭവപ്പെടുകയും വളരെ ദുർഘടമായ രീതിയിലുള്ള ഒരു ട്രാവലിംഗ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ആയതിനാൽ സസ്പെൻഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോക്കുകളെല്ലാം സസ്പെൻഡ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പൊ ആദ്യകാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് ലീവ് സ്പ്രിംഗ് സസ്പെൻഷൻ സിസ്റ്റം. സാധാരണ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ്. കുറച്ച് മുൻപ് വരെ ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിളിലും ലീവ് സ്പ്രിംഗ് സസ്പെൻഷൻ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കോയിൽ സ്പ്രിംഗിന്റെ ഒരു കടന്നുവരവും അതുപോലെ അതിന്റെ എഫിഷ്യൻസിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസിൽ ഇന്ന് നമുക്ക് കോയിൽ സ്പ്രിങ്ങുകളാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ലീവ് സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസും ഇന്ന് നിരത്തിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ലീവ് സ്പ്രിങ് ഒരു വാഹനത്തിൽ പ്രവർത്തിക്കുന്നത്? ആ ലീവ് സ്പ്രിങ്ങിന്റെ കണക്ഷൻസ് ഏത് രീതിയിലാണ് ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലീവ് സ്പ്രിങ്ങുമായി നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഒരു ചിത്രം കാണാൻ സാധിക്കും. അത് ഒരു റിയർ ലീവ് സ്പ്രിങ്ങിന്റെ ചിത്രമാണ്. അതായത് ഒരു വാഹനത്തിന്റെ റിയർ പോർഷനിൽ ലീവ് സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വേറെ ലീവ് സ്പ്രിങ് പറയുന്നത് ഒരു സ്റ്റീൽ സ്പ്രിങ് ആണ്. ഒരു വാഹനത്തിലെ സസ്പെൻഷൻ സ്പ്രിങ്ങുകൾ പലതരത്തിലുണ്ട്. അത് സ്റ്റീൽ സ്പ്രിംഗ് ആയും റബ്ബർ സ്പ്രിംഗ് ആയും പ്ലാസ്റ്റിക് സ്പ്രിങ്ങും എയർ സ്പ്രിങ്ങും ഹൈഡ്രോളിക് സ്പ്രിംഗ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റീൽ സ്പ്രിംഗ്. സ്റ്റീൽ സ്പ്രിംഗിൽ ലീവ് സ്പ്രിംഗ് മാത്രമല്ല, ടാപ്പേർഡ് ലീവ് സ്പ്രിങ്ങും കോയിൽ സ്പ്രിങ്ങും ടോർഷൻ ബാറും ലീവ് സ്പ്രിംഗിൽ തന്നെ വരുന്ന ടോപ്പിക്കുകളാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലീവ് സ്പ്രിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ലീവ് സ്പ്രിംഗ് അസംബ്ലി. അത്
ഫ്രെയിം മെമ്പറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ഈ ലീഫ് സ്പ്രിങ്ങിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഈ ഏറ്റവും നീളം കൂടിയ ലീഫിനെ നമ്മൾ പറയുന്ന പേര് മാസ്റ്റർ ലീഫ് എന്നാണ്. അതിന് മെയിൻ ലീഫ് എന്നും പറയാറുണ്ട്. അതിനുശേഷം ഓരോ ലീഫുകളായിട്ട് വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ലീഫ് സ്പ്രിങ് നിൽക്കുന്നത് ഒരു സെമി എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ് എന്നുകൂടെ പറയാറുണ്ട്. ഈ ലീഫ് സ്പ്രിങ്ങുകളെല്ലാം കൂടി സ്ട്രാപ്പ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്ര ലീഫ് സ്പ്രിങ്ങുകൾ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഈ സ്ട്രാപ്പിന്റെ എണ്ണം കൂട്ടാറും കുറയ്ക്കാറും ഒക്കെ ഉണ്ട്. ഇതിനെ നമുക്ക് ക്ലിപ്പ് അല്ലെങ്കിൽ സ്ട്രാപ്പ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ലീഫ് സ്പ്രിങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലൂടെ ഒരു സെന്റർ ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതുപോലെ ഈ ലീഫ് സ്പ്രിങ്ങിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഒരു ആക്സിൽ കേസിംഗ് കാണാം. റിയർ ആക്സിൽ കേസിംഗ് ആണ് ഈ ഭാഗത്ത് കാണുന്നത്. അതിനുള്ളിൽ റിയർ ആക്സിലും ഉണ്ട്. ഈ റിയർ ആക്സിൽ കേസിംഗിന്റെ മുകൾ ഭാഗത്തൂടെ ഒരു യു ബോൾട്ടിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ റിയർ ആക്സിലിനെയും അതുപോലെ ലീഫ് സ്പ്രിംഗ് അസംബ്ലിയെയും കൂടി കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ യു ബോൾട്ടിനെ നമ്മൾ ഇവിടെ ഒരു നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സില് കേസിംഗ് മുകളിൽ വരുന്ന കേസും ഉണ്ട്, അതുപോലെ തന്നെ താഴെ വരുന്ന കേസും ഉണ്ട്. ഇവിടെ നമ്മൾ ആക്സിൽ കേസിംഗ് മുകളിൽ വരുന്ന കേസാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ ഈ മാസ്റ്റർ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ മാസ്റ്റർ ലീഫിന്റെ രണ്ട് ഭാഗത്തും എന്ത് വരുന്നുണ്ട്? ഓരോ ഐകൾ വരുന്നുണ്ട് അല്ലെ? അപ്പോൾ ഈ രണ്ട് ഐകളും കൂടി ആണ് നമ്മൾ ഈ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്രെയിം സൈഡ് മെമ്പർ എന്ന് പറയുന്നത് എന്താണ്? ചേസിന്റെ സൈഡ് മെമ്പറാണ്. നമുക്കറിയാം ചേസിസ് എന്ന് പറയുന്നത് രണ്ട് സൈഡ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ക്രോസ് മെമ്പേഴ്സും കൂട്ടിച്ചേർത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സൈഡ് മെമ്പർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ക്രോസ് മെമ്പർ എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്തായിരിക്കും. അതിനപ്പുറത്ത് എന്തുണ്ടായിരിക്കും? മറ്റൊരു സൈഡ് മെമ്പറും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ ഒരു ലീഫ് സ്പ്രിങ് അസംബ്ലി ഉണ്ടായിരിക്കും. അപ്പോ ഈ ഫ്രെയിം സൈഡ് മെമ്പറിലേക്ക് ഈ ഭാഗം ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് ഷാക്കിളാണ്. എന്താണ് ഒരു സ്പ്രിംഗ് ഷാക്കിൾ? ഈ ഭാഗം ഒരു പെൻഡുലം പോലെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഒരു പെൻഡുലം പോലെ ഇങ്ങനെ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ ഭാഗം ഫിക്സഡ് ആയി വെച്ചിരിക്കുന്നു, ഈ ഭാഗം പെൻഡുലം പോലെ ഇങ്ങനെ മൂവ് ആവണം അല്ലെ? അപ്പൊ റിയർ ആക്സിൽ ഇവിടെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ടയർ ഈ ഒരു ഭാഗത്തായിരിക്കും ടയർ വരുന്നത് അല്ലെ? അപ്പോ നമുക്കിവിടെ രണ്ട് ഐകൾ കാണാം. ഐകൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഭാഗം ഫിക്സഡ് ആയിട്ടും ഒരു ഭാഗം ഷാക്കിളുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി വാഹനം മുന്നിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഒരു ഇറഗുലാർ ആയിട്ടുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീലുകൾ വഴി അല്ലെങ്കിൽ ടയർ വഴി വരുന്ന ഷോക്ക് എങ്ങോട്ടെത്തും? ഈ റിയർ ആക്സിലേക്ക് എത്തും. സ്വാഭാവികമായിട്ടും റിയർ ആക്സിൽ മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെന്റിന് കാരണമാകും. ഈ മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെന്റ് എന്താണ് സംഭവിക്കുന്നത്? ഈ ലീഫ് സ്പ്രിങ്ങിനെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നതിന് കാരണമാകും. ഈ ലീഫ് സ്പ്രിങ് മുകളിലേക്ക് ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഷാക്കിൾ എന്ത് ചെയ്യും? ഒന്നിങ്ങോട്ട് പെൻഡുലം പോലെ മൂവ് ചെയ്ത് കൊടുക്കും, ഒന്നിങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അതിലൂടെ വന്ന ആ ഷോക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ലീഫ് സ്പ്രിങ് വഴി എന്താവും? സസ്പെൻഡ് ആവും. അതായത് ഈ ലീഫ് സ്പ്രിങ്ങുകൾ എന്ത് ചെയ്യും? ഒന്നങ്ങോട്ട് സ്ട്രൈറ്റ് ആയി കൊടുക്കും. ഇങ്ങനെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആയി കൊടുക്കുകയും അതുവഴി എന്താവും? ആ മുകളിലേക്ക് വന്ന ആ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ഹമ്പ് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോക്ക് ഈ ലീഫ് സ്പ്രിങ് വഴി നമുക്ക് സസ്പെൻഡ് ചെയ്ത് കളയാൻ സാധിക്കും. അടുത്തത് വീണ്ടും ഇത് പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. ഇനി പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് ടയറുകൾ ഇറങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പോർഷൻ റിയർ ആക്സിലിന്റെ ഈ ഒരു പോർഷൻ താഴേക്കാണ് മൂവ് ചെയ്യുക. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഷാക്കിളിന്റെ പോർഷൻ എന്താവും? ഒന്ന് ഇങ്ങോട്ട് പെൻഡുലം പോലെ നീങ്ങിക്കൊടുക്കും.
ഇവിടെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഷോക്കും എവിടെ സസ്പെൻഡ് ആവും? ഈ ലീഫ് സ്പ്രിങ്ങിൽ സസ്പെൻഡ് ആവും. അതായത് യാതൊരു കാരണവശാലും റോഡുകൾ വഴി വരുന്ന ഷോക്ക് ആക്സിലേക്ക് എത്തി, ലീഫ് സ്പ്രിങ്ങിലേക്ക് എത്തി, അവിടെ നിന്ന് ഫ്രെയിമിലേക്ക് എത്തുന്നില്ല. എന്ത് സംഭവിക്കുന്നു? ഈ ലീഫ് സ്പ്രിങ്ങിൽ തന്നെ എന്താവുന്നു? സസ്പെൻഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ അവിടെ അബ്സോർബ് ചെയ്ത് കളയുന്നു. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിമിനോ അല്ലെങ്കിൽ ഈ ഫ്രെയിമിന് മുകളിൽ വരുന്ന ബാക്കി കോമ്പണൻസിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ആ ഷോക്ക് ഏൽക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ആയ ഒരു റൈഡിങ് നമുക്ക് സാധ്യമാവുകയും ചെയ്യും. അപ്പൊ ഈ ലീഫ് സ്പ്രിങ്ങുകൾ സാധാരണ നമ്മൾ പറഞ്ഞു 5 മുതൽ 12 വരെയൊക്കെയാണ് ലീഫ് സ്പ്രിങ്ങുകൾ ഉണ്ടാവാറുള്ളത്. ഇനി വലിയ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഒരു ഹെൽപ്പർ സ്പ്രിങ് കൂടി ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ആ ടോപ്പിക്ക് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ലീഫ് സ്പ്രിങ്ങിൽ തന്നെ എന്ത് വരാറുണ്ട്? ഒരു ഹെൽപ്പർ സ്പ്രിങ്ങിന്റെ ഒരു സിസ്റ്റം കൂടി ഈ ലീഫ് സ്പ്രിങ്ങിന് മുകളിൽ വരാറുണ്ട്. ഈ ലീഫ് സ്പ്രിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യും? ലീഫ് സ്പ്രിങ് ലൂബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലീഫ് ലൂബ്രിക്കേറ്റ് എന്ന് പറയുന്ന ഗ്രീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഈ ലീഫ് സ്പ്രിങ്ങുകൾ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാറുള്ളത്. ഓരോ ലീഫിന്റെ ഇടയിലും ഓരോ ബ്ലേഡിന്റെ ഇടയിലും എന്ത് വരാറുണ്ട്? ഫ്രിക്ഷൻ കാരണം തേയ്മാനങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കറിയാം, ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഒരു ഫ്രിക്ഷൻ അനുഭവപ്പെടും. ഫ്രിക്ഷൻ എന്തിനു കാരണമാവും? ഹീറ്റ് ജനറേറ്റ് ആവുന്നതിനും അതുപോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയലിന്റെ ലോസിനും കാരണമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലൂബ്രിക്കേഷൻ സാധ്യമാക്കണം. അപ്പോൾ അത് നമ്മൾ ലീഫ് സ്പ്രിങ്ങിന്റെ സർവീസിങ്ങിന്റെ സമയത്തും അതുപോലെ തന്നെ വാഹനത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള സർവീസിങ്ങിന്റെ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹെൽപ്പർ സ്പ്രിങ്ങുകളെ കുറിച്ചാണ്. അപ്പൊ ലീഫ് സ്പ്രിങ് വളരെ നന്നായിട്ട് മനസ്സിലായ ഒരാൾക്ക് ഹെൽപ്പർ സ്പ്രിങ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലീഫ് സ്പ്രിങ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.